ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ബൈബിൾ സർവേയിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ പഠനം ഇന്ന് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7-ാം അധ്യായം പഠിക്കുകയുണ്ടായി. 6, 7, 8 അധ്യായങ്ങളിലാണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, സമ്പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ വിശുദ്ധി നാം എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, അതിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ മാത്രമല്ല, വേണമെങ്കിൽ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതം എന്നും ഈ അധ്യായത്തിന് നമുക്ക് തലക്കെട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നാം ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും തുടർമാനമായിട്ട് ആത്മാവിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലും ആത്മാവിനോട് ചേർന്നും ജീവിക്കുകയും ചെയ്യും. അതെങ്ങനെ സാധ്യമാകും എന്ന കാര്യമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മുഖവുരയായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ അനേകം ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. വൺ ഓഫ് ദ മോസ്റ്റ് ലവ്ഡ് ചാപ്റ്റേഴ്സ് ഓഫ് ദ ബൈബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോട്ടഡ് ചാപ്റ്റേഴ്സ്. മിക്കവാറും പല സന്ദർഭങ്ങളിലും സാക്ഷ്യങ്ങളിലും പ്രബോധനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രാർത്ഥനയിലും എല്ലാം ഉദ്ധരിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, അവിടെയാണല്ലോ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെയാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിന് ഹോളി സ്പിരിറ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അധ്യായമാണ് 8-ാം അധ്യായം. ഈ അധ്യായത്തിനകത്ത് അധികം ജഡമില്ല. ഈ അധ്യായത്തിനകത്ത് ന്യായപ്രമാണം അത്ര അധികമായിട്ടൊന്നും വരുന്നില്ല. ഈ അധ്യായത്തിനകത്ത് പാപം വളരെ അധികമായിട്ട് നമ്മൾ കാണുന്നില്ല. കൂടുതൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ആ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യവും ആത്മാവിൻ്റെ പ്രവർത്തനവും ആത്മീയ ജീവിതം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കേണ്ടതെന്നുള്ളതുമാണ് ഈ അധ്യായത്തിൻ്റെ മുഖ്യ വിഷയം എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ 8-ാം അധ്യായം വായിക്കാത്തവരാരും കാണുകയില്ല. നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇടയ്ക്ക് ആവർത്തിച്ച് വായിക്കുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും ഇതിലെ പല വാക്യങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വിശദമായിട്ട് ഇത് പഠിപ്പിക്കാതെ തന്നെ രക്ഷപ്പെടാം എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. നമുക്ക് ചുരുക്കത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് 7-ാം അധ്യായം പഠിക്കാനായിട്ട് എടുത്തത്ര സമയം 8-ാം അധ്യായത്തിന് ആവശ്യമില്ല. കാരണം മിക്കവാറും ആളുകൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത് കൊണ്ട്. പഠിപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, ഇതിനും ചിലപ്പോൾ സമയം വേണമെന്ന്. ഏതാണെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ഈ അധ്യായം പഠിക്കാം. ഈ അധ്യായം പഠിക്കാനായിട്ട് ഒരു മുഖവുര വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വായിച്ചാണ് തുടങ്ങുന്നത്. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഇങ്ങനെയാണ്. കർത്താവ് ശ്രദ്ധിക്കണേ, കർത്താവ് ന്യായപ്രമാണമല്ല, കർത്താവ് ജഡമല്ല, കർത്താവ് ഒരിക്കൽ ജഡമായിട്ട് ലോകത്തിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രയോഗം. കർത്താവ് ഇപ്പോൾ ആത്മാവാണ്. ദൈവം ആത്മാവാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചും പറയുകയാണ്. യേശുക്രിസ്തു മനുഷ്യനായതുകൊണ്ട് കുറേ പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഒന്നുമല്ല. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്. അവൻ ആത്മാവായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? പ്രമാണങ്ങളുടെ ഒരു ബന്ധനമല്ല. നമുക്ക് പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത് എന്നുള്ളതൊന്നുമല്ല. അതുകൊണ്ട് ഒരു ചട്ടവും ഒരു പ്രമാണവും ഇല്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. കാരണം ഏത് സ്ഥലത്തും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പ്രമാണങ്ങൾ വേണം. നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രമാണവും ഇല്ലാതെ, ഒരു സഭ നന്നായിട്ട് നടക്കണമെങ്കിൽ പ്രമാണമില്ലാതെ നടക്കുമോ? ഇല്ല, അതിനൊക്കെ പ്രമാണം വേണം. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ നയിക്കുന്നതും നമ്മൾ അടിമയായിരിക്കുന്നതും ഒന്നും എന്തിനല്ല? പ്രമാണങ്ങൾക്കല്ല. ഇതിന് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ തത്വാധിഷ്ഠിതമായിട്ടാണ്, പ്രിൻസിപ്പിൾസാണ് നമ്മളെ നയിക്കുന്നത്, റൂളുകളല്ല. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ റൂൾ ആൻഡ് എ പ്രിൻസിപ്പിൾ. ഒരു നിയമവും ഒരു തത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രമാണങ്ങളിൽ അധിഷ്ഠിതമല്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട കാര്യം, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. 8-ാം അധ്യായത്തിൽ
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ചാപ്റ്റർ. ആ അധ്യായത്തിൽ നമുക്ക് 39 വാക്യങ്ങളുണ്ട്. 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 7-ാം അധ്യായം പഠിച്ചപ്പോൾ ന്യായപ്രമാണവും ഞാൻ അല്ലെങ്കിൽ എനിക്ക് ആയി എന്ന് പറയുന്നതാണ് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 19 വേണമെങ്കിൽ ഒരു 20 എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 10-20 പ്രാവശ്യം ആവർത്തിച്ച് ആരെ കാണുന്നു? പരിശുദ്ധാത്മാവിനെ, ആത്മാവിനെ കാണുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഹോളി സ്പിരിറ്റ് ഗിവ്സ് യു ഫ്രീഡം. ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. എന്തിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്? ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട്. അപ്പം വിജയകരം എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ജയിക്കേണ്ടത്? എന്തിനെങ്കിലും ജയിക്കണമല്ലോ. എന്തിനെയാണ് ജയിക്കേണ്ടത്? സാഹചര്യങ്ങളെയും പാപത്തെയും. സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ ആളുകളൊക്കെ പറയാറില്ലേ, എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ എന്നെ അങ്ങനെ ആക്കി കളഞ്ഞു. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ ജയിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇതെല്ലാം സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കണം, പാപത്തെയും അതിജീവിക്കണം. എന്തെല്ലാം നമ്മളെ അപകടത്തിലാക്കുമോ അതിനെയൊക്കെ അതിജീവിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ അബദ്ധം വന്നുപോയി, വീണുപോയി, ഇതൊക്കെ ഓമന പേരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഒരു തെറ്റ് പറ്റിപ്പോയി, ഒരു വീഴ്ച പറ്റിപ്പോയി, ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനല്ല, പാപത്തെ പാപമെന്ന് തന്നെ പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ജയകരമായിട്ട് പാപരഹിതമായ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച, ആദ്യം പാപത്തെ ജയിക്കുകയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാർ. 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മറന്നുപോയെന്ന് തോന്നുന്നു. 8-ലെത്തിയപ്പോഴത്തേക്ക് 6-ന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ക്രിസ്ത്യ ജീവിതം വന്ന് പാപത്തോടൊരു സ്ട്രഗിളല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഐ എം നോട്ട് സ്ട്രഗിളിങ് വിത്ത് സിൻ. എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ പാപത്തിൽ നിന്ന് ഐ എം നോട്ട് വിക്ടോറിയസ് ഓവർ സിൻ, ബട്ട് ഐ ആം ഫ്രീ ഫ്രം സിൻ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പാപത്തോട് മല്ലടിച്ച് വല്ലപ്പോഴുമൊക്കെ ഒരു ജയം കിട്ടുന്ന അവസ്ഥയല്ല. നൗ ഐ ആം ഫ്രീ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതെന്നെ സ്വാധീനിക്കുന്നില്ല, അതെന്നെ ബാധിക്കുന്നില്ല, അതെന്നെ ബദ്ധനാക്കുന്നില്ല, അതെന്നെ അടിമയാക്കുന്നില്ല. ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ തന്നെ ദാസനായി പോയല്ലോ. ആരുടെ ദാസനായി പോയി? അപ്പോൾ ദാസനാണെങ്കിൽ അനുസരിക്കണമല്ലോ. ആരെ അനുസരിക്കണം? ദൈവത്തെ. അപ്പം നിയമത്തെ അല്ല അനുസരിക്കേണ്ടത്. ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി, ദൈവത്തിന് ദാസന്മാരായി. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലമാണ് വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും. നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. കഴിഞ്ഞ ക്ലാസ് തീർന്നപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. ദൈവത്തിന് നമ്മൾ കായ്ക്കേണ്ട ഒന്നാമത്തെ ഫലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആത്മാക്കളെ നേടണം എന്നൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. ആത്മാക്കളെ നേടണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അല്പം കൂടെ കഴിയട്ടെ, നമുക്ക് നേടാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഫലം എന്താണ്? നമ്മൾ വിശുദ്ധന്മാരും വിശുദ്ധമതികളും ആയിട്ട് മാറണം. ഇതുവരെ എങ്ങനെയാണ് ജീവിച്ചത്? പാപത്തിലാണ് ജീവിച്ചത്. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഒന്നാമത് നമുക്ക് കിട്ടേണ്ട ഫലം എന്ന് പറയുന്നത്, ദൈവം വിശുദ്ധനായതുകൊണ്ട് ഞാനും വിശുദ്ധനാകണം. വിശുദ്ധൻ ആകുമ്പോഴാണ് എനിക്ക് ഈ വിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്താനുള്ള കൃപ കിട്ടുന്നത്. എന്നിട്ട് ഈ വിശുദ്ധിയിൽ തുടരുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി, യേശുവിനോട് ചേർന്നു, സ്നാനപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. അതേക്കുറിച്ചാണ് നമ്മൾ 6, 7, 8 അധ്യായത്തിൽ പഠിക്കുന്നത്. ആത്മനേട്ടത്തെക്കുറിച്ചല്ല. ആത്മനേട്ടത്തിന് വേറെ അധ്യായങ്ങളും വാക്യങ്ങളും പുറകെ വരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ വിശുദ്ധീകരണത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്ന വിശുദ്ധീകരണം ഏതാണ്? പെർഫെക്റ്റ്. നേരത്തെ നിന്ന വിശുദ്ധീകരണം ഏതായിരുന്നു? പൊസിഷണൽ, പ്രോഗ്രസീവ്. ഈ പദങ്ങളെ ഇപ്പോൾ മറന്നുപോയോ? നമ്മളെ പൊസിഷൻ ചെയ്തു.
ഉന്നതമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്തു. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവിനോട് ചേർന്നു. 6-ാം അധ്യായം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് വി ആർ പ്രോഗ്രസ്സിങ് ഇൻ ഇറ്റ്, വി ആർ പ്രാക്ടീസിങ് ഇറ്റ്. അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമാക്കുക. പ്രോഗ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുദിനം ദിനം പ്രതി പതിവായി തീർന്നൊരു ജീവിതശൈലി കൊണ്ട് ഞാൻ മുന്നേറുകയാണ്. അങ്ങനെ മുന്നേറി എവിടെ എത്തണം? പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, സമ്പൂർണ്ണമായിട്ടുള്ള പാപം നമ്മളെ തീണ്ടാത്ത, പാപമായിട്ട് എനിക്കൊരു ഇടപാടും ഇല്ലാത്ത, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3:9 പറഞ്ഞതുപോലെ പാപവുമായിട്ട് ഒരു ഇടപാടും ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പൗലോസ് 8-ാം അധ്യായം രചിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തണം. ഒരു സ്ട്രഗിളുള്ള ജീവിതത്തിലല്ല ജീവിക്കേണ്ടത്, ഒരു സ്വതന്ത്രമായ ജീവിതത്തിൽ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ടെൻഷനില്ല, അടിമത്തമില്ല, നമുക്ക് വേറെ ആരുടെയും കർത്തൃത്വമില്ല. ഇന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാം കർത്താവിൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അധ്യായം തരുന്ന ഒരു നല്ല പദം, പഠിക്കാനായിട്ട് തരുന്ന നല്ലൊരു പദം ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. എന്തിൽ നിന്നൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ, എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം, എന്തുകൊണ്ട് സ്വാതന്ത്ര്യം? ഇതാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യം, കർത്താവ് ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യമുള്ളത്? അപ്പോൾ സാറ് പറഞ്ഞല്ലോ, സാഹചര്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും. ഇനിയും ചോദിച്ചാൽ എന്ത് പറയും എന്ന് പറഞ്ഞാൽ, അത് ഞാനൊന്ന് വിഷയം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമത് പറയുന്നത് 1-ാം വാക്യം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സോ ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്. രക്ഷയെന്ന് പറഞ്ഞാൽ തന്നെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അപ്പോൾ ഒന്നാമത് നമുക്ക് കിട്ടുന്ന ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, നമുക്ക് ശിക്ഷകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ശിക്ഷ മുഴുവനും ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അവൻ നമുക്ക് പകരം മരിച്ചതുകൊണ്ട് നമുക്കിനി ശിക്ഷകളൊന്നും, അപ്പോൾ അതേ പേടിച്ചിന് ജീവിക്കേണ്ടതെന്ന്. പല ആളുകളുടെയും പേടി ഇതൊക്കെ ചെയ്താൽ ശിക്ഷ കിട്ടുമോ എന്നുള്ളതാണ്. ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. നിങ്ങൾ ക്രിസ്തുയേശുവിലാണെങ്കിൽ ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. ശിക്ഷകൾ മുഴുവൻ ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ശിക്ഷകളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. ഇനി ഇങ്ങനെ പിള്ളേരോട് അമ്മച്ചി പറയുന്ന പോലെ യേശു അപ്പച്ചൻ അടിക്കും, വടിയും പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു പാസ്റ്ററിനെയും വടിയും പിടിച്ചിരിക്കേണ്ടതെന്ന് ഇരിക്കണോ? ഇരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്? കൊച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. പാസ്റ്റർ പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. പേടിപ്പിച്ച് കണ്ണുരുട്ടിയുള്ളൊരു ക്രിസ്ത്യ ജീവിതം അല്ല നമുക്ക്. കാരണം നമുക്ക് വരാവുന്ന എല്ലാ ശിക്ഷാവിധിയിൽ നിന്നും യേശു ക്രിസ്തു നമ്മളെ വിടുവിച്ചു, സ്വതന്ത്രരാക്കി. രക്ഷയെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ് എന്ന് ഗ്രഹിക്കുക. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രനാകുന്നതെന്നുള്ളതാണ്. 2, ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ അധ്യായത്തിൽ 4 സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 kinds of freedom that we need to enjoy. നമ്മൾ അനുഭവിക്കേണ്ട, ആസ്വദിക്കേണ്ട 4 തരം സ്വാതന്ത്ര്യങ്ങൾ. ഒന്നാമത് ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഞാൻ പണ്ട് VBSൽ പഠിച്ചൊരു പാട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ശിക്ഷകൾ പോയല്ലോ, ശിക്ഷ പാടാം നാം പുത്തൻ പാട്ടുകൾ പാടാം. ശിക്ഷകൾ പോയല്ലോ, നാം ദൈവത്തിൻ്റെ മക്കൾ ആയല്ലോ. പിന്നെ നമുക്ക് ശിക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷേ ശിക്ഷകളെല്ലാം നമ്മളെ വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് പാടാം പുത്തൻ പാട്ടുകൾ പാടാം. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പാട്ടായതുകൊണ്ട് ഞാൻ പാടി കേൾപ്പിക്കാത്തത് കേട്ടോ. അതുകൊണ്ട് പാടാം നാം പുത്തൻ പാട്ടുകൾ പാടാം. നമ്മെപ്പോലെ നന്മ ലഭിച്ചവർ മന്യതിലില്ലല്ലോ. അപ്പോൾ ചിലർക്ക് അറിയാം, സ്തോത്രം. നമ്മെപ്പോലെ നന്മ ലഭിച്ചവർ മന്യതിലില്ല. എന്നിട്ട് അതിൻ്റെ കോറസ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. അല്ലേ? ശിക്ഷായോഗ്യരായ നമ്മളെ ദൈവം എന്താക്കി മാറ്റി? രക്ഷയുടെ യോഗ്യരാക്കി മാറ്റിയല്ലോ. അതാണ് ഈ പറഞ്ഞത്. ആദ്യത്തെ 4 വാക്യങ്ങൾ പറയുകയാണ് ഒരു പുതിയ പാട്ട് പാടാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൊക്കെ പറയുന്നത്, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. ഇനി പഴയ പാട്ട് പാടണ്ട, കാരണം നിങ്ങൾക്ക് വരാമായിരുന്ന എല്ലാ ശിക്ഷകളും അവൻ നീക്കിക്കളഞ്ഞു. ഇനി നമുക്കൊന്നിനെയും അങ്ങനെ ഭയപ്പെടുവാൻ ഇല്ല. രണ്ടാമത് 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഫ്രീഡം ഫ്രം ഡിഫീറ്റ്.
അതായത് ഈ 7-ാം അധ്യായത്തിലെ ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് പരാജയഭീതി, അതായത് 7-ാം അധ്യായത്തിൽ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ 2 പ്രമാണമുണ്ട്, 2 പ്രകൃതങ്ങളുണ്ട്, മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇത്തിരി ഹാർഡായിട്ടൊക്കെ തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ നമ്മളെ പേടിപ്പെടുത്തിയ ഒരു സാധനമില്ലേ, ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതാ? ജഡം. അതിനെ അങ്ങ് വിട്ടാൽ പിന്നെ പേടിയെല്ലാം പോയേനെ. അതുണ്ടെന്നുണ്ടെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അതേതാണ്ട് ഒരു ഭയങ്കര ഭീകരനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിനേക്കാൾ അനുഗ്രഹകരമായൊരു കാര്യം ഇങ്ങേപ്പുറത്തുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി നീഡ് നോട്ട് ഫിയർ ഡിഫീറ്റ്. നാം ഒരിക്കലും പരാജയപ്പെടും എന്നുള്ളൊരു ഭീതിയിൽ ജീവിക്കണ്ട. സൈക്കോളജിക്കലായിട്ട് പോലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരാജയ ഭീതിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ എവിടെയെങ്കിലും ചെന്ന് പരാജയപ്പെടും. അതുകൊണ്ട് വെൻ യു ഫേസ് ലൈഫ്, നമ്മൾ ജീവിതത്തെ നേരിടുമ്പോൾ, ഞാൻ തോറ്റുപോകും, പരീക്ഷ എഴുതുന്ന പിള്ളേരൊക്കെ തോറ്റുപോകും എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവരെ ജയിക്കും, അതിനുവേണ്ടിയുള്ളൊരു ഉത്സാഹത്തിൽ ഹൈ ടാർഗറ്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളും തോറ്റുപോകുമെന്നും പറഞ്ഞല്ല, പേടിച്ചരണ്ടല്ല ജീവിക്കേണ്ടത്, പരാജയഭീതി ഒന്ന് നീങ്ങണം. കാരണം 8-ാം അധ്യായത്തിൻ്റെ ഞാൻ കീ വാക്യങ്ങളാണ് ഇപ്പോൾ വായിപ്പിക്കുന്നത്. 1-ാം വാക്യത്തിൽ വായിച്ചു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. 8-ന്റെ 12 വായിക്കുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകേണ്ടത്. ഐ എം നോട്ട് ഓബ്ലിഗേറ്റഡ് ടു ദ ഫ്ലഷ്. ഞാൻ ജഡത്തിന് കടക്കാരനല്ല. ഇത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ആഴത്തിൽ വരണം. എന്നെ രക്ഷിച്ചത് ജഡമല്ല, എന്നെ രക്ഷിച്ചത് ആരാ? എന്നെ രക്ഷിച്ചത് യേശുവാണ്. അങ്ങനെയാണ് ഞാൻ ആരോടാ കടക്കാരനായിരിക്കുന്നത്? യേശുവിനോടും യേശുവിൻ്റെ ആത്മാവിനോടും. ഞാൻ ജഡത്തിന് കടക്കാരനല്ല. എപ്പോഴാണ് നിങ്ങൾക്ക് പരാജയഭീതി ഉണ്ടാകുന്നത്? നിങ്ങൾ ജഡത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുമ്പോഴും ജഡത്തിന് കടക്കാരാണെന്ന് ചിന്തിക്കുമ്പോഴുമാണ്. ഐ എം നോട്ട് ഇൻഡെപ്റ്റഡ്, ഐ എം നോട്ട് ഓബ്ലിഗേറ്റഡ് ടു ദ ഫ്ലഷ്. ഞാൻ സെൽഫിന്, ജഡത്തിന് ഒരു തരത്തിലും കടക്കാരനല്ല. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ ജഡം അല്ല, എൻ്റെ യേശുവാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുകൊണ്ട് ശിക്ഷാവിധിയില്ല. ഞാൻ ജഡത്തിന് കടക്കാരനല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുത്തുമില്ല. 3-ാമതായിട്ട് 18-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ നമ്മളിങ്ങനെ ജഡത്തിന് കടക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ജഡം അവിടെ ഇരിപ്പുണ്ടല്ലോ, ഇല്ലേ? കടക്കാരനല്ല, പക്ഷേ സാധനം പോയിട്ടുണ്ടോ? ഇല്ല, സാധനം അവിടെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം, ജഡത്തെ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം, ഇല്ലേ? ചില ആളുകൾ, പിള്ളേരൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാം, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അപ്പോൾ നമ്മൾ ഈ ജഡത്തെ തീരെ മൈൻഡ് ചെയ്യാതെ നിന്നോട് എനിക്ക് കടമില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പം അവിടുന്ന് ഒരു തോണ്ടും മാന്തും ഒക്കെ ചിലപ്പോൾ അവൻ തന്നുകൊണ്ടിരുന്നിരിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കഷ്ടങ്ങൾ, നമുക്ക് പ്രയാസങ്ങൾ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ. അപ്പോൾ നമുക്ക് ഇനി 3-ാമത് വേണ്ട ഫ്രീഡം എന്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ, ഫ്രം ഡിസ്കറേജ്മെൻറ്റ്, നിരാശയിൽ നിന്ന്. ഐ എം ഫ്രീ ഫ്രം ഡിസ്കറേജ്മെൻറ്റ്. ഞാൻ നിരാശപ്പെടുന്നില്ല. എന്താ കാരണം? ഈ തോണ്ടൊക്കെ കൊള്ളാൻ ഞാൻ വിധിക്കപ്പെട്ടവനാണ്. നമ്മൾ മുന്നോട്ട് വായിച്ചു നോക്കിയാൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പുറകെ മുന്നോട്ടും പുറകോട്ടും ബൈബിൾ വായിക്കണം. ഒരു വാക്യം മാത്രം വായിച്ചാൽ പോരാ. എൻ്റെ പുറകെ വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ധരിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അപ്പനെ അമ്മയും വീട്ടൊക്കെ പോരണം. അപ്പോൾ അതിനകത്ത് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ട്, ഭയങ്കര പ്രശ്നമാണ്. അത് അപ്പനെ അമ്മയും മാത്രമൊന്നുമില്ല, കഴിഞ്ഞിട്ട് ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെയും കൂടി പകച്ചിട്ടൊക്കെ വേണം വരാനായിട്ട്. അപ്പോൾ പ്രശ്നം കൂടുക. അപ്പോൾ അതിനകത്ത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ഒരു നിരാശയുടെ എലിമെൻറ്റ് കിടപ്പുണ്ട്. എന്നാൽ നമുക്ക് വാക്യം വായിച്ചിട്ട് പോകുകയാണെങ്കിൽ കുറേ കൂടെ എളുപ്പമുണ്ട്. 18-ാം വാക്യമാണ് അതിൻ്റെ കീ വാക്യം. 18-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. ഈ കാലത്ത് കുറച്ച് കഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ അത് സാരമില്ലെന്ന് ഞാൻ ഐ കൗണ്ട് ഇറ്റ്. ഇതൊന്നും സാരമില്ലെന്നേ. കാരണം ഈ വെളിപ്പെടാനുള്ള തേജസ്സിനെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല. ഇതൊക്കെ നോടി നേരത്തേക്കേ ഉള്ളൂ. ഇതൊക്കെ അങ്ങ് ഈ ഭാര്യ എത്ര കാലം ഉണ്ടാവും? അപ്പൻ എത്ര കാലം ഉണ്ടാവും? വല്ലാത്ത ചോദ്യമല്ലേ. ഏറിയാൽ അതേ ചോദിച്ചത്. ഏറിയാൽ 70, 80 അല്ല 100 വരെ പിടിച്ചോ. നിത്യതയോ? ഇൻഫിനിറ്റിയാണ്, കണക്കൊന്നുമില്ല. അപ്പോൾ ഏതാ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ 70 കൊല്ലത്തെ കാര്യം സാരമില്ല എന്ന്, 80 കൊല്ലത്തെ കാര്യം സാരമില്ല, 100 കൊല്ലത്തെ കാര്യം സാരമില്ല, അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന തേജസ്സാണ് ഏറ്റവും വലുത് എന്നൊന്ന്
കണക്കാക്കാൻ. അതുകൊണ്ട് കഷ്ടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, കഷ്ടങ്ങളില്ലെന്ന് പറയുന്നില്ല. ജഡമുള്ളിടത്തോളം കാലം കഷ്ടമുണ്ടാവും. കാരണം നല്ല ആഹാരം മേശപ്പുറത്തിരിക്കുന്നു. ഇനി ഭാര്യയും അപ്പനെയൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നല്ല ആഹാരം ഇവിടെയാണ് ക്ലാസ് എടുത്ത് വിട്ടേക്കാണ്, അത്യാവശ്യം ഒക്കെ കഴിച്ചാൽ മതി. ജീവിക്കുന്നത് തിന്നാൻ വേണ്ടിയല്ല, തിന്നുന്നത് പിന്നെ അത് വെച്ചുകൊണ്ട് കഴിക്കാതിരിക്കുന്നു. കാശ് ബാങ്കിൽ കിടക്കുന്നു, തിന്നാനും പാടില്ല, സുഖിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടമുണ്ട്. മറ്റൊരു നമ്മുടെ കൂടെയുള്ള ആ പാർട്ടികളൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് തിന്ന് ജീവിക്കുന്നു. സാരമില്ലെന്നേ കഷ്ടങ്ങൾ. കാരണം അവന് തേജസ്സില്ല, നമുക്ക് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സോ ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ്, ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ് ആൻഡ് ഫൈനലി 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഫ്രീഡം ഫ്രം ഫിയർ, നമുക്ക് അകാരണമായ ആശങ്കകളിൽ നിന്ന്, ഭയത്തിൽ നിന്നുള്ള വിടുതൽ. എന്ത് ഭയം? ഈ തേജസ് കിട്ടുമെന്നും നമുക്ക് ജഡത്തിന് കടക്കാരനല്ലെന്നും ശിക്ഷാവിധി ഇല്ലെന്നുമൊക്കെയുള്ള ധൈര്യം എന്തുകൊണ്ടാണ്? ഞാൻ ക്രിസ്തുവിനോട് ചേർന്നതുകൊണ്ടാണ്. പക്ഷേ ഒരാശങ്ക എൻ്റെ മനസ്സിൽ വേണമെങ്കിൽ വരാം, ക്രിസ്തുവിൽ നിന്ന് നിന്നെ വേർപെടുത്തിയാലോ എന്ന്. ക്രിസ്തുവിൽ നിന്ന് നിന്നെ വേർപെടുത്തിയാലോ? നമുക്ക് വായിക്കാം 39-ാം വാക്യം. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ആ ഭയവും വേണ്ടെന്ന്. നിങ്ങളെ കർത്താവിനോട് ചേർത്തിരിക്കുന്നു, ഇനി അവിടുന്ന് വിട്ടുപോകുമോ എന്ന് ഭയം വേണ്ടെന്ന്. ഫ്രീഡം ഫ്രം ഫിയർ ദാറ്റ് യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ വീണു പോകുമോ, വേർപെട്ടു പോകുമോ, വേർപെട്ടാൽ ഇതെല്ലാം ഇല്ലാതായി പോകുകയില്ലേ എന്നൊരു ഭയം വേണ്ട, അല്ലേ? അതിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ഒന്നിനും കഴിയുകയില്ല. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഈ വിധം ധൈര്യമുള്ളവരായി, പൗലോസ് പറയുകയാണെങ്കിൽ ഈ വിധം ധൈര്യമുള്ളവരായി ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ കഴിയണം. ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ് ആൻഡ് ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. നമുക്ക് 4 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ കഴിയണം. ഒരു ശിക്ഷാവിധിയുമില്ല, ഞാൻ ജഡത്തിന് കടക്കാരനല്ല, കഷ്ടങ്ങൾ സാരമില്ല, എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. വാക്യങ്ങൾ ഏതാണെന്നോ ചോദിച്ചാൽ കീ വാക്യങ്ങൾ 8-1, 8-12, 8-18, 8-39. ശിക്ഷയിൽ നിന്നും പരാജയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഭയാശങ്കകളിൽ നിന്നും എല്ലാം എന്നെ വിടുവിച്ച് എന്നെ തികഞ്ഞ ഒരു സ്വതന്ത്രനായിട്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കുറേ കൂടി നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ 4 കാര്യങ്ങളെക്കുറിച്ചും ഒരു ചെറിയ വിവരണം. 8-ാം അധ്യായം സന്തോഷകരമായി തീർക്കണമെങ്കിൽ ഈ 4 കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം പറയേണ്ടത് ആവശ്യമാണ്. 1 by 1. നമ്പർ 1, എന്തുകൊണ്ട് നമുക്ക് ശിക്ഷാവിധിയില്ല, നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് ഫ്രീഡം ഉണ്ട് എന്ന് പറയാൻ എന്താണ് കാരണം? ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ടുക്ക് മൈ ജഡ്ജ്മെൻറ്റ്. യേശു എൻ്റെ ശിക്ഷകളെ ഏറ്റെടുത്തു. എനിക്ക് തെറ്റുകൾ വരാം, വീഴ്ചകൾ വരാം, പാപം വരാം, പല കുഴപ്പങ്ങൾ വരാം. എന്നാൽ അതെല്ലാം ആരേറ്റെടുത്തു? കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ ആക്കി. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇപ്പം നമ്മുടെ ഉള്ളിൽ പുതിയൊരു പ്രമാണം വന്നു, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അവൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രമാണം എന്തായിരുന്നു? എൻ്റെ ശരീരത്തിലൊരു പ്രമാണം ഉണ്ടായിരുന്നല്ലോ, പാപത്തിൻ്റെയും പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കിയ ഒരു പുതിയ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ദ ലോ ഓഫ് ലൈഫ് എഗൻസ്റ്റ് ദ ലോ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു പ്രമാണം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. ആ പ്രമാണത്തിൻ്റെ പേരാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്നിൽ
ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രമാണം. യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. അതകത്ത് വന്നതോടുകൂടി എന്നിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. വായിക്കാം, ബാക്കിക്കൂടെ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ. മനസ്സിലായോ? എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതൊന്ന് കണക്ട് ചെയ്തേ. ന്യായപ്രമാണം നല്ലതായിരുന്നു, ഞാൻ കൊള്ളരുതാത്തവനായിരുന്നു. ഓർക്കുന്നുണ്ടോ? ന്യായപ്രമാണം നല്ലത്, ആത്മീയം, വിശുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ഞാനോ ജഡമയൻ, എൻ്റെ ജഡത്തിൽ ഒരു നന്മയും. അപ്പം ന്യായപ്രമാണം എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് കഴിയാത്തത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുകൂടെ വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യം, അതൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളാണ്. പാപജഡത്തിന്റെ സ്വാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിൽ എന്തെല്ലാം നീതികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മളിൽ നിവൃത്തിയാകേണ്ടതിന് നമ്മൾക്ക് വരാമായിരുന്നു. ന്യായപ്രമാണം നൽകുന്ന ശിക്ഷകൾ എന്തെല്ലാം നമുക്ക് വരാമായിരുന്നോ അതെല്ലാം ആരേറ്റെടുത്തു? യേശുക്രിസ്തു ഏറ്റെടുത്തു. എന്നിട്ട് എന്നെ സ്വതന്ത്രനായിട്ട് വിട്ടയച്ചു. എന്നിലൊരു പുതിയ പ്രമാണമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ പ്രമാണത്തിൻ്റെ പേര് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതുകൊണ്ട് എനിക്ക് ഇനി താഴേക്ക് പോകാൻ ഒക്കുകയില്ല. ഞാനിത് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ആണ്. ഒരു എയറോപ്ലെയിനിൻ്റെ ഉദാഹരണം നിങ്ങൾ എടുത്താൽ, എയറോപ്ലെയിനിൽ 2 പ്രമാണങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ലോ ഓഫ് പ്രൊപ്പൽഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ജീവൻ്റെ ഒരു ആത്മാവ്. അതിനകത്ത് എൻജിനൊക്കെ ഓൺ ചെയ്ത് റൺവേയിൽ കൂടിയൊക്കെ ഓടി അത് പറന്നുയരും. പക്ഷേ അത് താഴെ ഇരിക്കുമ്പോഴും ഉയർന്നു പോകുമ്പോഴും വേറൊരു പ്രമാണം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂഗുരുത്വ ആകർഷണം. അതിനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലെങ്ങാനും വെച്ച് എൻജിൻ നിലച്ചു പോയാൽ അത് താഴേക്ക് വരുന്നത്. അത് അവിടെ തന്നെ നിൽക്കുകയോ മുകളിലോട്ട് പോവുകയോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഇതിനെ നിരന്തരം താഴേക്ക് ഇത് തന്നെയാണ് നമ്മളിൽ നടക്കുന്നത്. നമ്മളെ നിരന്തരം താഴോട്ട് വലിക്കുന്നുണ്ട് കേട്ടോ, മണ്ണിലേക്ക്, ഈ ജഡത്തിലേക്ക്, പാപത്തിലേക്ക്. അതാ വാതിക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ആഗ്രഹം വലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഒരു പുതിയ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ പ്ലെയിൻ പോലെ നയിക്കുമോ? അവർ പ്ലെയിനെ പോലെ ചിറകടിച്ച് ഉയരുന്ന ഒരു പുതിയ പ്രമാണം നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതിനെ എൻജിൻ ഓഫ് ചെയ്യരുത് കേട്ടോ. എൻജിൻ ഓഫ് ചെയ്താൽ പെട്രോൾ തീർന്നു പോകരുത്. പെട്രോൾ വചനം വായിച്ചൊക്കെ അടിച്ചോണം. ആത്മാവിൽ നിന്നൊക്കെ ഇങ്ങനെ അടിച്ച് ഇത് മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട്. എന്നാൽ എവിടെയെങ്കിലും വെച്ച പ്രശ്നമുണ്ടായാൽ എവിടെ വരും? ടപ്പേന്ന് താഴെ വരും. അതെ, വിശ്വാസക്കപ്പൽ തകർന്നു പോയി. താഴെ അത്ര ശക്തിക്കാണ് വന്ന് വീഴാൻ പോകുന്നത്. അതോടുകൂടി തകർന്നു പോകും. അതുകൊണ്ട് ഈ 2 പ്രമാണങ്ങൾ, അതിലൊരു പ്രമാണത്തെ നിർവീര്യമാക്കിയിട്ടില്ല. ആ പ്രമാണം അവിടെ ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുന്ന മറ്റൊരു പ്രമാണമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എനിക്കൊരിക്കലും ഒരു തെറ്റ് പറ്റുകയില്ലെന്നോ ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയും, ഒരു വീഴ്ച എന്നുള്ള പദം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു മിസ്റ്റേക്ക്, ഇറ്റ്സ് എ സ്മോൾ സീൻ, അതൊരിക്കലും ഉണ്ടാകുകയില്ലെന്നല്ല. പക്ഷേ അതിന് മറുപടിയുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും തുടർന്നുള്ള വാക്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 1 ജോൺ ചാപ്റ്റർ 1 7 മുതൽ വേണമെങ്കിൽ വായിക്കാം. അവിടെ പറയുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ പാപം ഇല്ലാത്തവരായി മാറിയിട്ടില്ല. മനുഷ്യരായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം അബദ്ധവശാലൊക്കെ പാപം നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് നമുക്ക് കർത്തൃമേശ തന്നേക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വചനം തന്നേക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കൂട്ടായ്മ തന്നേക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. മേശയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം, തന്നെത്താൻ വിധിക്കണം. അങ്ങനെ നമ്മെ നന്നാക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതിലൊക്കെ പ്രതിബദ്ധരാണെങ്കിൽ നമുക്ക് പാപമില്ല എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയല്ലേ ചെയ്തത്. മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം
തെറ്റുകളും ചിലപ്പോൾ പാപങ്ങളും ഒക്കെ വന്നു വീണെന്നിരിക്കും. നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആരും ഇനി പോയി നുണ പറയരുത് കേട്ടോ. ഇത് സാറ് ഞങ്ങളെ പഠിപ്പിച്ചു, പാവത്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് നുണ പറയരുത്. ഉണ്ടായി പോയാൽ ഉള്ളതുണ്ടായെന്ന് തന്നെ പറയണം. അതിനും എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ക്ഷമിച്ച് സകല അനീതിയും പോക്കി കണ്ടോ. അത് സംഭവിച്ചു പോയാൽ കർത്താവിനോട് പോയി പറയണം. അവന് മനസ്സിലാവും നമ്മുടെ വികാരങ്ങളും നമ്മുടെ പരാജയങ്ങളും എല്ലാം. ആർക്ക് മനസ്സിലാവും? നിങ്ങൾ വേദപുസ്തക ഭക്തന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാരായിരുന്നു? ദാവീദ്. ഒരു പാപം ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു, തിരിച്ചു. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, ഒരിക്കലും ഒരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ. ഉണ്ട്. ഓക്കെ. മോശ. അപ്പോൾ നിങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേർക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഉടനെ കർത്താവ് എന്താ, നീ എന്നെ തള്ളി പറഞ്ഞു, നിന്നെ ഞാനും തള്ളി പറഞ്ഞു. അങ്ങനെയാണോ കർത്താവ്? അല്ല. അതുകൊണ്ട് അത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അവരെ സ്വീകരിച്ച് അവരെ നന്നാക്കി. നമുക്ക് തുടർന്ന് വായിച്ചാൽ 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും. ഓക്കെ, അടുത്ത വാക്യം. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അടുത്തായിട്ട് പറയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. കാരണം നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു ദൈവത്തെ. അപ്പോൾ പിന്നെ ഈ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഓക്കെ. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അടുത്തത്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇത് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇപ്പോൾ വായിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ. അപ്പോസ്തലന്റെയും ദൈവത്തിന്റെയും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. ഇനി ചെയ്തു പോയാലോ അടുത്ത അപ്പോൾ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ചെയ്തു പോയെങ്കിലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അപ്പോൾ ഇവിടെ ചിലർക്കൊരു ചെറിയ സംശയം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 6-ാം അധ്യായത്തിലും നേരത്തെ നമ്മൾ ഉദ്ധരിച്ച 1 യോഹന്നാൻ 3:9 ഒക്കെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും. അതെന്താ സാറേ അങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വേണം കേട്ടോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എനിവൺ ഹു ഈസ് ബോൺ ഫ്രം ഗോഡ് ഡു നോട്ട് പ്രാക്ടീസ് സിൻ. അവൻ പാപം എന്ത് ചെയ്യുന്നില്ല? പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ MBBS പാസ്സായി, പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ MBBS പാസ്സായ എല്ലാ ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എന്താ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ക്ലിനിക്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു ആശുപത്രി ചേർന്നു, രോഗികളൊക്കെ എൻ്റെ തൊഴിൽ തുടരുകയാണ്. ഐ ഡു നോട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് പഠിച്ചെന്നുള്ളതൊക്കെ ശരിയാണ്, ബട്ട് ഐ ഡോണ്ട് കണ്ടിന്യൂ ഇൻ ദാറ്റ്. ആ പഠിച്ച കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല? തുടരുന്നില്ല, തുടർമാനമായി പാപം ചെയ്യുന്നില്ല, പാപത്തെ ഞാൻ അനുവദിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ടു എയർ ഈസ് ഹ്യൂമൻ. എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമൊക്കെ ചിലപ്പോൾ അബദ്ധവശാലല്ല, ഡെലിബറേറ്റ് ആണെങ്കിൽ പണി വേറെയാണെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൺനോയിങ്ലി. അതുകൊണ്ടാണ് കർത്താവ് നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, എല്ലാ വകുപ്പും അറിയാവുന്ന വക്കീലാണ്, കുറച്ച് കഴിയുമ്പോൾ ജഡ്ജി ആകാനുള്ളതുമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട്, അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ക്ഷമിക്കാൻ വകുപ്പില്ല. അപ്പോൾ കറക്റ്റ് ക്ലോസ് എടുത്ത് അവിടെ വാദിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ എന്താണെന്ന് ചോദിച്ചാൽ, 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നിട്ട്, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നിട്ട് 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യം, ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ശിക്ഷ വിധിക്കുന്നവനാര്? ശിക്ഷ വിധിക്കുന്നവനാരെന്ന് പറഞ്ഞപ്പോൾ പകുതി വാക്യമുള്ള അതിൻ്റെ മുകളിൽ നീതീകരിക്കുന്നവൻ നമ്മളെ നീതീകരിച്ചത് ആരാണ്? ദൈവം. ഇനി ആർക്കാ ശിക്ഷ വിധിക്കാൻ കഴിയുന്നെന്ന്? ഓക്കെ, നീതീകരിക്കുന്നവൻ ദൈവം. അതിൻ്റെ അർത്ഥം ആർക്കും എന്നെ ശിക്ഷ വിധിക്കാൻ, എൻ്റെ കൂടെ ഒന്ന് കൂടിക്കേ, ഇനി ആർക്കും എന്നെ ശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്യം,
ക്രിസ്തു യേശു മരിച്ചവൻ, ഇത് എൻ്റെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയാ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അതുകൊണ്ടാണ് എനിക്ക് നീതി ഉണ്ടായത്. ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും. ഈ ഉയർത്തെഴുന്നേറ്റം ഉടനെ എങ്ങോട്ടാ പോയെന്നറിയാമോ? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. എന്താ കാര്യം? ദൈവത്തിന്, യേശുവിനെ അറിയാം പിന്നെ നീതീകരിച്ചാലും പാപം ചെയ്യാൻ അവ സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ പോയി പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഇരുന്നിട്ട് പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോപത്തെയൊക്കെ ശമിപ്പിച്ച് കാര്യങ്ങൾ നേരെയാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് തന്നെ യോഹന്നാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇത് എഴുതുന്നതും. എന്നാൽ ഇതെല്ലാം വായിച്ചാലും പൊതുജനം ബഹുവിധം. വിശ്വാസത്തിലേക്ക് വന്നവരൊക്കെ പലതും പല സൈസാണല്ലോ, പല സാഹചര്യങ്ങളിൽ നിന്നും പല ഇതിൽ നിന്നൊക്കെയാണല്ലോ വന്നേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കാര്യത്തിന് പരിഹാരമായിട്ട് ഇപ്പോൾ തന്നെ ഒരു വക്കീലിനെ ഞാൻ ആക്കിയിട്ടുണ്ട്, വക്കാലത്ത് ഒപ്പിട്ടേക്കാൻ. വക്കാലത്ത് ഒപ്പിട്ടാൽ പിന്നെ വക്കീൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. വി ഹാവ് ആൻ അഡ്വക്കേറ്റ് വിത്ത് ഗോഡ് ദ ഫാദർ. പിതാവിൻ്റെ അടുക്കൽ നമുക്കൊരു കാര്യസ്ഥൻ, ഒരു കേസ് വാദിക്കാൻ ഒരു വക്കീൽ നമുക്കവിടെ ഉണ്ട്. കേസ് വാദിക്കാൻ വക്കീൽ വേണമെന്ന് നിർബന്ധമുണ്ടോ? കേസ് വാദിക്കാൻ വക്കീൽ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ വക്കീലിനെ ആക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ആൻ അഡ്വക്കേറ്റ്? നമുക്കൊരു ധൈര്യത്തിന് കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കേസ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, എനിക്ക് നിയമം വകുപ്പുകളൊക്കെ അറിയാമെങ്കിൽ കേസ് ചിലർ അങ്ങനെ തന്നെ വാദിക്കാറുണ്ട്. അപ്പോൾ ഈ വക്കീൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എനിക്ക് വാദിക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ധൈര്യത്തിന് ഒരാളെ, നിയമമൊക്കെ അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോവുകയാണെന്ന്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടതുകൊണ്ടും ദൈവഭവനത്തിലെ അംഗമായതുകൊണ്ടും എനിക്ക് വേണമെങ്കിൽ കർത്താവിനോട് പറയാം. പക്ഷേ ഈ വലിയ കാഴ്ച കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നുള്ളത് കൊണ്ട്, കോടതിയിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും? അവിടുത്തെ കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ തലയിറങ്ങി വീഴാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ആരെയും കൂടെ കൂട്ടി, ഒരു വക്കീലിനെയും കൂടെ കൂട്ടിയെന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ദൈവം സ്ഥിരം ഒരു വക്കീലിനെ പോസ്റ്റ് ചെയ്തേക്കുക. സ്ഥിരം വക്കീലിനെ അവിടെ പേടിക്കണ്ട, അതേ ഞാനവിടെ ഉണ്ട്, എന്ത് വന്നാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചോളാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഇതിന് എന്താ പരിഹാരം ചെയ്യേണ്ടത് അത് വക്കീലവിടെ ചെയ്തിട്ട് അത് കാണിക്കും. ആ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് യു നീഡ് നോട്ട് ഫിയർ. ഇനിയും പണിഷ്മെൻ്റ് ഉണ്ടാകും. നമ്മുടെ വിഷയം വിട്ടുപോകരുത്. നമുക്ക് എന്തിൽ നിന്ന് ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്? ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്. ഈ ഒരു ചെറിയ കുഴപ്പം പറ്റിയതുകൊണ്ട് എനിക്ക് ന്യായവിധി വന്ന് ഞാൻ നരകത്തിൽ പോകും എന്ന് നിങ്ങൾ ഭയപ്പെടുക. കാരണം അവിടെ ചോദിച്ചല്ലോ, നീതീകരിച്ചത് ദൈവം, പിന്നെ ആരാണ് നിങ്ങളെ കുറ്റം വിധിക്കുന്നത്? പിന്നെ നിങ്ങളെ ആർക്കാ ശിക്ഷിക്കാൻ കഴിയുന്നത്? നീതീകരിച്ചത് ദൈവമാണെങ്കിൽ പിന്നെ ആർക്കും, കാരണം ദൈവത്തിൻ്റെ വാക്ക് ഫൈനലാണ്. അതിനിടയ്ക്ക് കയറി കുറ്റം. അപ്പോൾ അത് ഫൈനലാകണമെങ്കിൽ അതിന് വരുന്ന ദോഷം ഗുണീകരിക്കുവാനും ദൈവം ക്രമീകരണം ചെയ്യണം. അങ്ങനെയാണ് ആരെ അവിടെ വെച്ചേക്കുന്നത്? യേശുവിനെ വക്കീലായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശലോമോനാണ് നമുക്ക് പറഞ്ഞു തന്നത്. 28 അധ്യായം, സദൃശ്യവാക്യം 28 അധ്യായം 13-14 വാക്യങ്ങൾ. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന്, വായിച്ചേട്ടെ, വാക്യം ഒന്ന് വായിക്കേണ്ടതാണ്. 2 വാക്യം വായിക്കണം, 13-ഉം 14-ഉം. 13 മാത്രമേ എല്ലാവർക്കും പരിചയമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഈ വാക്യം എല്ലാവർക്കും അറിയാം. അടുത്ത വാക്യം കൂടെ വായിച്ചാലോ? അടുത്ത വാക്യം 14-ാം വാക്യം. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവഭയത്തിൽ, ദൈവഭക്തിയിൽ. ദൈവം നമ്മളെ വീട്ടിലൊക്കെ കയറ്റിയെങ്കിലും, ദൈവത്തിൻ്റെ ആളാക്കിയെങ്കിലും നമുക്ക് ദൈവത്തോട് ബഹുമാനം കുറയരുത്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭയം എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഫിയർ ഓഫ് ഗോഡ്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ, എന്താ ഈ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്? യഹോവ ഭക്തി, ഫിയർ ഓഫ് ഗോഡ് അല്ലേ? ഭക്തി എന്ന് പറയുന്നത് ദൈവഭയം. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും പറഞ്ഞാൽ ഞാൻ പരാജയപ്പെടുമോ എന്നല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെ ഭയം വേണം. അതുകൊണ്ട് നിങ്ങൾ കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ പൗലോസ് പറയുന്നൊരു, ആകയാൽ ദൈവത്തെ ഭയപ്പെടുക. ആകയാൽ ദൈവത്തെ ശലോമോൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക.
ദൈവത്തെ ഭയപ്പെട്ട്. സി, വി നീഡ് ടു ഫിയർ ഗോഡ്. ഇനി ഒരു നിത്യസുവിശേഷം പ്രസംഗിക്കാൻ ദൂതനെ അയക്കും എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താ നിത്യസുവിശേഷം? എന്താ ആ ദൂതൻ പ്രസംഗിക്കുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. വായിച്ചാട്ടെ, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവം എന്നും പ്രസംഗിക്കുന്ന ഒരു സുവിശേഷം ഇതാണ്: നീ ഒരു സൃഷ്ടിയാണെന്നും നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെന്നും നിനക്കൊരു ഓർമ്മ വേണമെന്ന്. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കേൾക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുകയും അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അത് വന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് വരാൻ പോകുന്നുണ്ട്. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വരാൻ പോകുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ ഈ ദൈവഭയമില്ലാത്തവൻ അവൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കഠിനമാക്കും. ഹൃദയത്തെ ഇതൊന്നും സാരമില്ല, ഇത് പിടിച്ചില്ല, ദൈവം കണ്ടില്ല, അനന്യാസിനെ പിടിച്ച പോലെ എന്നെ പിടിച്ചില്ല, കോരഹിനെ പിടിച്ച പോലെ എന്നെ പിടിച്ചില്ല. അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. പിടിക്കാത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടോണം, അല്ലേ? കൂടെ ശാസന കേട്ടിട്ട് അതവിടെ തന്നെ ഉണ്ട്, സദൃശവാക്യത്തിൽ തന്നെ ഉണ്ട്. അവൻ നീക്കം കൂടാതെ പെട്ടെന്ന് നശിച്ചു പോകും. ദൈവം ഇങ്ങനെ ചാൻസൊക്കെ തന്ന് ഒരു നീക്കുപോക്കും പിന്നെ ഇല്ല. ആ തരത്തിൽ 29-ന്റെ 1 സദൃശ്യവാക്യം 29-ന്റെ നമുക്ക് സംശയത്തിൽ നിർത്തണ്ട. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവഭയത്തോടെ എപ്പോഴും ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഒളിച്ചു വെക്കാതെ അപ്പോഴപ്പോൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വീണ്ടും നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, താൻ മുഖാന്തരമായി, ഇല്ലേ? 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. വായിച്ചാട്ടെ, 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അവൻ പൂർണ്ണമായി രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പണിയും കിട്ടുകയില്ലെന്ന്. പിള്ളേരുടെ ഭാഷ പണി കിട്ടുമെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പൂർണ്ണമായിട്ട് നമ്മളെ രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. കാരണം നീ അവൻ മുഖാന്തരമാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത്. നിൻ്റെ കാര്യം നിരന്തരം ദൈവത്തോട് പറഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ നമുക്ക് വരേണ്ട ശിക്ഷകളാണ് തൻ്റെ മേൽ ഏറ്റെടുത്തത്. അഷ്വേഡായോ? എല്ലാവർക്കും ഉറപ്പായോ? ഒന്ന് ഉറപ്പായെങ്കിലേ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വി ക്യാൻ ബി ഫ്രീ ഫ്രം ദ ഫിയർ ദാറ്റ് വി വിൽ ബി ജഡ്ജ്ഡ്. നമുക്ക് ന്യായവിധി ദിവസത്തിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ള ഭയം, നിത്യശിക്ഷാവിധിക്ക് വിധേയരായി തീരുമെന്നുള്ള ഭയം ആവശ്യമില്ല. അതിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷ. അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചേ, 8:1 എബ്രായ ലേഖനം 7:25 കൂടി മനസ്സിൽ വായിച്ചാൽ മതി. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതാ ചേർക്കാൻ പറഞ്ഞത്. അത് രണ്ടും കൂടെ ചേർത്താൽ നമ്മൾ പാടിയതുപോലെ, അല്ലെങ്കിൽ പാട്ട് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചതുപോലെ, ശിക്ഷകൾ പോയല്ലോ, എല്ലാ ശിക്ഷകളും നമ്മളെ വിട്ടുപോയി. ശിക്ഷായോഗ്യരായ നമ്മെ അവൻ രക്ഷയ്ക്ക് യോഗ്യരാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ ഫ്രീഡം അവൻ നമുക്ക് നൽകുന്നത്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ പേടിയുണ്ടോ? ഇനി പേടി അവശേഷിക്കുന്നുണ്ടോ എന്ന്? ഇല്ല എന്നൊരു ധൈര്യമായ ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ദൈവത്തിന് സ്തോത്രം, അല്ലേ? ദൈവം അത്ഭുതകരമായിട്ട് ഇങ്ങനെ ഒരു വിടുതൽ നമുക്ക് തന്നതോർത്ത് ദൈവത്തിനൊരു സ്തോത്രം. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, പരാജയത്തിൽ നിന്നുള്ള വിടുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, പരാജയത്തിൽ നിന്ന് പരാജയപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഭയം എവിടെ നിന്നാണ് വരുന്നത്? അകത്തിരിക്കുന്ന
ജഡം അതെന്നെ കാലെ പിടിച്ച് താഴെയിടും, വാതുക്കെ കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, പാവം വാതുക്കെ കിടക്കുന്നു, എൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, അവസരം കിട്ടിയാൽ അത് നിന്നെ പിടിച്ച് താഴെയിടും. ഈ പേടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ തോറ്റുപോകുമോ? നെർവസ് ക്രിസ്ത്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ഞരമ്പ് രോഗികളായ വിശ്വാസികൾ. പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ, ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ, വീഴുമോ നശിക്കുമോ, ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ കുറേ പേരുണ്ട് കേട്ടോ. അവരോടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അവരോട് പറയുന്നത് 12-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. 12 സഹോദരന്മാരെ, നാം ജഡത്തിനല്ല കടക്കാരാകുന്നത്. വി ആർ നോട്ട് ഓബ്ലിഗേറ്റഡ് ടു ദ ഫ്ലഷ്. പിന്നെ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇനി അങ്ങനെ ജഡത്തെ അനുസരിച്ച് അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചാൽ മരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണോ തീരുമാനിച്ചേക്കുന്നത്? അല്ല. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ അടുത്ത ലൈൻ വായിക്കാം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. അപ്പോൾ നമുക്കൊരു ജോലി തന്നിട്ടുണ്ട് ഇതിനകത്ത്. കടക്കാരല്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ കടം വേറെ ഒരുത്തനോടുണ്ട്. ഇതിനോട് 2 പേരുണ്ടല്ലോ അകത്ത്. ഞാൻ കുറച്ച് മുമ്പേ 7-ാം അധ്യായത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു 2 people ഇൻസൈഡ്. അതിൽ ഒന്നിനോട് നമുക്ക് എന്ത് വേണ്ട? കടം വേണ്ട, അവനോടൊരു കൂറ് വേണ്ട. അപ്പം അവനോട് കൂറ് വേണ്ടെങ്കിൽ ആരോടും കൂറ് വേണ്ടെന്നല്ല പറഞ്ഞത്, മറ്റേ ആളോട് കൂറ് വേണം. ജഡത്തോട് കൂറ് വേണ്ട, ജഡത്തോട് കടക്കാരനല്ല. അപ്പോൾ പിന്നെ ആരോട് കടം വേണം? ആത്മാവിനോട്, കർത്താവിനോട് കടംപെട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കോളം വരപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് 2 കോളം വരച്ച് നോക്കിയാൽ ഒരു കോളത്തിനകത്ത് ജഡമെന്നും ഒരു കോളത്തിനകത്ത് ആത്മാവെന്നും ഒന്ന് എഴുതിയാൽ ഇതിൻ്റെ കീഴെ എഴുതേണ്ട കുറേ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ്. എന്നിട്ട് അതൊന്ന് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഏത് വേണം ഇത് വേണ്ടെന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ജഡം, ആത്മാവ്, 5-ാം വാക്യം എല്ലാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഏതോ ഒരാൾക്ക് നമ്മൾ കടംപെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജഡത്തിന് വിധേയപ്പെട്ടാൽ എന്ത് സ്വഭാവം ഉണ്ടാകും? അപ്പോൾ ഒന്നാമത് എഴുതേണ്ടത് സ്വഭാവം. ജഡത്തിൻ്റെ താഴെയും ആത്മാവിൻ്റെ താഴെയും എഴുതേണ്ടത് സ്വഭാവം. ഏത് സ്വഭാവം നിങ്ങൾക്ക് വേണം? ജഡ സ്വഭാവം വേണോ? ആത്മസ്വഭാവം വേണോ? ഏത് സ്വഭാവം വേണം? അങ്ങനെയാണെങ്കിൽ ആരോട് കടപ്പെട്ടിരിക്കണം? അതാണ് ജഡത്തോട് പകുതി ജഡത്തോടും ബിറ്റ്വീനേഴ്സ് ഇല്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നോ ബിറ്റ്വീനേഴ്സ്. പകുതി ജഡവും മത്സ്യകന്യകയില്ല, നരസിംഹമില്ല. ഇത് ഭാവനാ സൃഷ്ടിയാണ്. മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാം? ജഡാത്മാവില്ല. ഒന്നുകിൽ ജഡം അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കൊരു പൊസിഷനില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. വിശുദ്ധീകരണ സ്ഥലവും ഇല്ലെന്ന്. ബെസ്പുർക്കാനൊന്നുമില്ല. അതൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. ബൈബിളിലില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സാധനവും ഇല്ല. ദർ ഈസ് നോ ബിറ്റ്വീനേഴ്സ്. അവിടെ ഇവിടെ അല്ലാത്ത, ഞങ്ങൾ അവിടെയല്ല ഇവിടെയല്ല, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ വരണ്ടെന്ന് ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, കാരണം അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകിൽ ജഡത്തിന് കടം അല്ലെങ്കിൽ ആത്മാവ്. അപ്പോൾ ജഡത്തിന് കടംപ്പെട്ടാൽ എന്ത് സ്വഭാവം കിട്ടും? ജഡ സ്വഭാവം. ആത്മാവിന് കടപ്പെട്ടാൽ ആത്മസ്വഭാവം. നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 6-ാം വാക്യം. ജഡത്തിന്റെ ചിന്ത. ഈ സ്വഭാവം രൂപപ്പെടുന്നത് ചിന്തയിൽ നിന്നാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത്? ഇറ്റ് ഓൾ കംസ് ഫ്രം യുവർ തോട്ട് ലൈഫ്. ചിന്തയിൽ നിന്ന് വിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തി, പ്രവൃത്തി ആവർത്തിക്കുമ്പോൾ തഴക്കം ആവർത്തിക്കുമ്പോൾ സ്വഭാവം. സോ ഇറ്റ്സ് ഓൾ ഫ്രം തോട്ട് ദാറ്റ് യുവർ ക്യാരക്ടർ. നിങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. നിങ്ങൾ ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടല്ലേ ചിന്തയുടെ വീഡിയോ എടുക്കുമെന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു പേടി വരുന്നത്. കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പം നിൻ്റെ ചിന്തയുടെ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവേ വേണ്ടെന്ന് പറയും. വേറെ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ചിന്തയുടെ കാണിക്കണ്ടെന്ന് പറയും. കാരണം എന്തെല്ലാം കുന്തങ്ങളാണ് ചിന്തിച്ച് കൂട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തയിലേക്കൊന്ന് വന്നാലോ. 6-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ജഡത്തിന്റെ ചിന്ത മരണം. അവൻ ജഡത്തോട് കൂറു പുലർത്തി ജഡീക ചിന്തകളിൽ സമയം കളഞ്ഞു. എവിടെ എത്തിച്ചേരും? മരണം. അപ്പോൾ ആത്മാവിൻ്റെ കോളത്തിലേക്ക് വന്നാലോ? ആത്മാവിന്റെ ചിന്തയോ
ജീവനും സമാധാനവും. അപ്പോൾ ആത്മാവിന് വിധേയപ്പെട്ട ആത്മാവിൻ്റെ ചിന്തകളിലായിരുന്നെങ്കിൽ കോളം നിറയുന്നുണ്ടല്ലോ അല്ലേ? എന്ത് വരുമായിരുന്നു? ജീവനും സമാധാനവും. വീണ്ടും വായിക്കാം 7-ാം വാക്യം. 7-ാം വാക്യം. ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അപ്പം ജഡത്തിൻ്റെ താഴെ എന്ത് വന്നു? ദൈവത്തോട് ശത്രുത്വം. ദൈവത്തോട് ഒരു കൂറുമില്ല. ആത്മാവിൻ്റെയോ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിന് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ദൈവത്തോട് ശത്രുത്വം, ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങേപ്പുറത്ത് എഴുതാമല്ലോ. നമുക്ക് 5:1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തോട് ശത്രുത്വമില്ല, ദൈവത്തോട് സമാധാനം. നാം ദൈവത്തിന് കീഴ്പ്പെടും, ദൈവത്തിന് വിധേയപ്പെടും. അപ്പം ജഡം ദൈവത്തോട് ശത്രുത്വത്തിലാണ്, ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. ആത്മാവ് ദൈവത്തോട് സമാധാനത്തിലാണ്, ദൈവത്തിന് വിധേയപ്പെടുന്നതാണ്. 8-ാം വാക്യം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അപ്പോൾ ജഡത്തിൻ്റെ കോളത്തിൽ എന്ത് കിട്ടി? ഇങ്ങനെ ജീവിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പം ആത്മാവിൻ്റെ കോളത്തിൽ എന്ത് കിട്ടി? ആത്മാവിനോട് കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. പിന്നെ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അതിന് നമ്മുടെ കാര്യം പറയുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കാൻ അനുവദിച്ച് സഹകരണത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് സ്വഭാവമുള്ളവരാണ്? അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് കോളത്തിൽ 1-2 കാര്യങ്ങളും കൂടി വരാനായിട്ട് ഇനി ആ വാക്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളും കൂടി പറയാൻ പോവുകയാണ്. ജഡത്തിൻ്റെ ചിന്തയിലും ജഡത്തോട് കൂറു പുലർത്തിയും കഴിയുന്ന ആളുകളുടെ മനസ്സ് എപ്പോഴും ജഡീക കാര്യങ്ങളിലായിരിക്കും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മീയൻ്റെ ചിന്ത, ആത്മീയൻ്റെ മനസ്സിൻ്റെ വ്യാപാരം എവിടെയായിരിക്കും? ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ ക്ലാരിറ്റി കിട്ടും. ഉയരത്തിലുള്ള വായിച്ചോ, ഒന്ന് വാക്യം വായിച്ചേര്. ആരെങ്കിലും ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ കുഴിച്ചിട്ടത്? മരിച്ചതുകൊണ്ടല്ലേ കുഴിച്ചിട്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയുള്ളത് ചിന്തിക്കണം? ഉയരത്തിലുള്ളത്. നമുക്ക് വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഇതൊക്കെയാണോ ചിന്തിക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മുടെ കൂറ് ആരോടാണെന്നുള്ളത് കാണാൻ സാധിക്കും. സോ തിങ്സ് എബവ്. ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഇനി ജഡത്തിൻ്റെ കോളത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം ജഡത്തിന് അനുകൂലമായിരിക്കും. യു വിൽ ബി ലിവിങ് ഇൻ ദ ഫ്ലഷ് ആൻഡ് ഫോർ ദ ഫ്ലഷ്. ആഗ്രഹങ്ങൾ ജഡത്തിൻ്റേതാണ്, ജീവിക്കുന്നതും ജഡത്തിനു വേണ്ടിയാണ്. എന്നാൽ ആത്മാവിൻ്റെ കോളത്തിലേക്ക് വരികയാണെങ്കിൽ യു ലിവ് ഇൻ ദ സ്പിരിറ്റ് ഫോർ ഗോഡ്. ആത്മാവിൽ ദൈവത്തിനായി നാം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ പല നന്മകളും ചെയ്തു എന്ന് വരാം. ബാക്കി അവിടെ ഇല്ല, ഇത് ഞാൻ പറയുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മൊത്തം പോക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ പല നന്മകളും ചെയ്യും. ഇത് നല്ല നോട്ടും കള്ളനോട്ടും പോലെയാണ്. നല്ല നോട്ടും എന്തുകൊണ്ടാണ് കള്ളനോട്ടുള്ളത്? എന്തുകൊണ്ടാണ് കള്ളനോട്ടുണ്ടാകുന്നത്? നല്ല നോട്ട് ഉള്ളതുകൊണ്ട്. ഈ ചില കള്ളനോട്ടുകൾ ഒത്തിരി ഉപകാരം ചെയ്യുന്നുണ്ട്. ചില കള്ളനോട്ടുകൾ പെട്രോൾ അടിക്കാൻ ഉപകരിക്കുന്നുണ്ട്, പച്ചക്കറി വാങ്ങാൻ ഉപകരിക്കുന്നുണ്ട്, പലചരക്ക് വാങ്ങാൻ ഉപകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ബാങ്കിൽ ചെല്ലുമ്പം പിടിക്കപ്പെടും. അപ്പം ഈ ജഡത്തിലുള്ളവരെല്ലാം തിന്മ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ഒത്തിരി ഉപകാരങ്ങളൊക്കെ ചെയ്യും, ഒത്തിരി നന്മകളൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് അവർ ആത്മാവിലുള്ളവരാണെന്ന്, ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറയാൻ അതുകൊണ്ടാണ് നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകുകയല്ലെന്ന് ഈ പറയുന്നത്. നന്മയും തിന്മയൊന്നും അല്ല കർത്താവ് തൂക്കി നോക്കുന്നത്. തിരിച്ച് ആത്മാവിൻ്റെ കോളത്തിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് നേരത്തെ ചില നന്മകൾ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ചില തെറ്റുകൾ സംഭവിക്കാം, ചില വീഴ്ചകൾ സംഭവിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും പാപത്തിൽ അകപ്പെട്ടു. എപ്പോഴും അല്ല. ഈ കള്ളനോട്ട് ചിലപ്പോൾ ചെയ്തതുപോലെ നല്ല നോട്ട് അല്ലെങ്കിൽ ആത്മാവിൽ ജീവിക്കുന്നവർക്കും ചിലപ്പോൾ ചില തെറ്റുകളോ വീഴ്ചകളോ പക്ഷേ
പേടിക്കണ്ട, അതവർ ക്രമീകരിക്കാനായിട്ടൊരു സംവിധാനം ഉണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഈ തിരിച്ച് നമ്മൾ ജഡത്തിൻ്റെ കോളത്തിലേക്ക് വരികയാണെങ്കിൽ ജഡം നമ്മളെ മരണത്തിലേക്കും ദൈവത്തോടുള്ള ശത്രുതയിലേക്കും ഒക്കെയാണ് നയിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അപ്പോൾ പിന്നെ ആരെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത്? അവനെ തന്നെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കലല്ല, അവരവരെ തന്നെയാണ് എനിക്കിഷ്ടമുള്ളതൊക്കെ എന്നോട് പറയണ്ട, എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയാം, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോളാം. അപ്പം ആത്മാവിൽ ജീവിക്കുന്നവർ ആരെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുന്നു? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. നമ്മൾ നേരത്തെ വായിച്ച വാക്യം മറന്നു പോകരുത്. എട്ടാം വാക്യം സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർ അവരെ തന്നെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. എന്നാൽ ആത്മസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നു. അവസാനമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ റൂട്ട് പ്രോബ്ലം, ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജഡസ്വഭാവമുള്ളവർ സ്വാർത്ഥതയിലും അവരവരോടുള്ള കൂറിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ ആത്മസ്വഭാവമുള്ളവർ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമത്രേ. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ഓർത്ത് ഈ ക്ലാസ്സിൻ്റെ എൻഡിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, ആലയമാണ്. ഈ മന്ദിരത്തിനകത്ത്, ഈ ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ആത്മാവിനോട് കൂറുണ്ടാവുള്ളൂ. ആത്മാവാണ് വസിക്കുന്നതെങ്കിൽ ഈ ആത്മാവ് നമുക്ക് ജീവൻ തന്നുകൊണ്ടിരിക്കും. 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. മറ്റേ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെ മന്ദിരമായിട്ട് ആത്മാവിനെ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തേക്കുകയാണെങ്കിൽ 8-11 റോമർ 8-11 റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ വാക്യം നമ്മൾ പലപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് രോഗമോ പ്രയാസമോ ഒക്കെ ഉണ്ടായാൽ അതിൽ നിന്നുള്ളൊരു വിടുതൽ, ഒരു രക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ആത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഈ ആത്മാവ് നിങ്ങളുടെ ശരീര അവയവങ്ങൾ ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ച് ദൈവത്തെ സേവിക്കാനുള്ള കൃപ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മരിച്ചുപോയാൽ, നിങ്ങളുടെ ശരീരം മരിച്ചുപോയാൽ നിങ്ങളുടെ ശരീരത്തെ ഉയർപ്പിച്ച് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിനായിട്ട് ഈ ആത്മാവിന് സാധിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് രൂപാന്തരം തരുവാൻ, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ. അതുകൊണ്ടാണ് 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ കൂടെ കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദത്തത്തിൻ്റെ അവകാശത്തിൻ്റെ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു ഭയങ്കര ദാനമാണെന്നായി പറഞ്ഞത്. ഈ ആത്മാവിൽ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ 7 ഫങ്ഷണൽ നെയിംസ് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 7 പേരുകൾ. പരിശുദ്ധാത്മാവിന് പേരില്ല, ദൈവത്തിന് പേരില്ല, യേശുക്രിസ്തുവിന് പേരില്ല. പേരുകളെല്ലാം ഫങ്ഷണലാണെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന രീതി. അല്ലാതെ ദൈവത്തിന് പേരുണ്ടോ? അതിലെ മോശയോട് നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്താണെന്ന്. എന്നാൽ പിന്നെ നമുക്ക് അറിയാവുന്ന പേര് യഹോവ റാഫ, യഹോവ ഷമ്മ എന്നൊക്കെ പറഞ്ഞാൽ
അത് ഫങ്ഷൻസാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനും പേരില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻസ് അനുസരിച്ച് 7 പേര് ഈ അധ്യായത്തിലുണ്ട്. അതുമാത്രം ഞാനൊന്ന് ഓർപ്പിച്ച് നമുക്ക് നിർത്താം. ജീവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഉയർപ്പിക്കുന്ന ആത്മാവ്, നടത്തുന്ന ആത്മാവ്, സാക്ഷ്യം പറയുന്ന ആത്മാവ്, പുത്രത്വത്തിൻ ആത്മാവ്. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം, 14-ാം വാക്യം, 15-ഉം 16-ഉം വാക്യം. ഈ വാക്യങ്ങൾ വായിച്ചാൽ 7 തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ആത്മാവ് എങ്ങനെയൊക്കെയാണ് നമ്മളെ നടത്തുന്നത് എന്നുള്ളത് പിടികിട്ടും. ജീവൻ നൽകുന്ന ആത്മാവ്, നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുന്ന ആത്മാവ്, നമ്മളെ ഉയർപ്പിക്കുന്ന ആത്മാവ്, നമ്മളെ നടത്തുന്ന ആത്മാവ്, നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്ന ആത്മാവ്, നമ്മളെ ദത്തെടുത്ത പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ നമുക്കിവിടെ 2-ാമത്തെ ഭയം തീരുന്നത് കൊണ്ട്, നമുക്ക് പരാജയത്തിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള കാര്യം ഇവിടെ തീരുന്നത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ അവിടെ മുതൽ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പിന്നെയും ഞങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ പ്രൊവിഷൻസിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞങ്ങളുടെ എല്ലാ ശിക്ഷകളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ സ്വതന്ത്രരായിട്ട് വിട്ടു. കർത്താവ്, നീതീകരിച്ചവൻ ദൈവം, പിന്നെ ഞങ്ങളെ ആര് കുറ്റം വിധിക്കും? ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഞങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അതുമാത്രമല്ല, അവൻ പിതാവിനോട് ചോദിച്ച വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഞങ്ങളുടെ ഉള്ളിലാക്കിയത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മാവ് ഞങ്ങളെ കർത്താവെ ആത്മീയ സ്വഭാവമുള്ളവരായി, ആത്മീയ ചിന്തയുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, പാപത്തോട് വേർപെട്ടവരായി, കർത്താവെ ജീവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഞങ്ങളെ ഉയർപ്പിക്കുന്ന ആത്മാവ്, കർത്താവെ ഞങ്ങളെ നടത്തുന്ന ആത്മാവ്, ഞങ്ങളോടൊപ്പം ചേർന്ന് സാക്ഷ്യം പറയുന്ന ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്, ഈ തരത്തിലെല്ലാം ഞങ്ങൾ വ്യാപരിക്കുന്ന അവിടുത്തെ വലിയ കരുണയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈ പറഞ്ഞു തീരാത്ത ദാനത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇതിന് ആർ പ്രാപ്തർ? ഞങ്ങളാരും ഇതിന് പ്രാപ്തരല്ല. എന്നാൽ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ നിനക്ക് കരയേറ്റുന്നു. നിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ, ജഡത്തെ അതിൻ്റെ എല്ലാ പ്രവൃത്തികളോടും കൂടെ ഉരിഞ്ഞു കളഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും കൃപയിൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന് നൽകുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.